അതിനെന്താണ്? അള്ളാഹു കാലേക്കുട്ടി അറിഞ്ഞു എന്ന് നേരാണ്, അവൻ രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളതും സത്യമാണ്, അവന്റെ ഉദ്ദേശം ഉണ്ടായാലേ സംഭവം ഉണ്ടാകൂ അതും സത്യമാണ്, അവൻ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് എന്താണ്? മനുഷ്യന് ഇഖ്തിയാർ തന്നിട്ടില്ലേ? കസ്ബ്, മനുഷ്യന് ഒരു ഇച്ഛാ സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ എന്നാണ് ചോദ്യം. ഇഖ്തിയാർ അങ്ങനെ മനുഷ്യനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, സദ്ദാം ഹുസൈൻ ഇറാഖിൽ ഒരുപാട് കുർദുകളെ കൊന്നുകളഞ്ഞു. ഹിറ്റ്ലർ 60 ലക്ഷത്തോളം വരുന്ന ജൂതരെ ജർമ്മനിയിൽ കൊന്നൊടുക്കി. ഇവിടെ സദ്ദാം ആ കുർദുകളെ കൊല്ലാൻ അള്ളാഹു കൊല്ലുമെന്നത് ആർക്കറിയാം? അള്ളാഹുവിന് കാലേക്കുട്ടി അറിയാം, അവൻ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ഉദ്ദേശിച്ചപ്പോഴാണ് സദ്ദാം കുർദുകളെ കൊന്നത്. കൊല്ലണമെന്ന് സദ്ദാം മാത്രം ഉദ്ദേശം നടക്കില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അങ്ങനെ ഉദ്ദേശിച്ചു. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂതന്മാരെ കൊന്നത് അള്ളാഹ്ക്ക് അറിയില്ലായിരുന്നോ? അള്ളാഹ്ക്ക് അറിവുണ്ട്, അവന്റെ ഇറാദത്തുണ്ട്, അവനത് കാലേക്കുട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ചെയ്താൽ ഹിറ്റ്ലർ കുറ്റക്കാരനാണോ? സദ്ദാം കുറ്റക്കാരനാണോ? അള്ളാന്റെ തീരുമാനം ഇവർ നിർബന്ധിതരല്ലയോ, മജ്ബൂറല്ലയോ? ഇവർക്കിത് നടപ്പിലാക്കല്ലാതെ വേറെ മാർഗമുണ്ടോ? അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കാലേക്കുട്ടിയുള്ള അറിവാണ്, അവൻ രേഖപ്പെടുത്തിയതാണ്. ഈ കൊല്ലപ്പെട്ടവരോ? അവരിവരെ കൊണ്ടല്ലേ കൊല്ലാൻ പറ്റുള്ളൂ. ഇപ്പൊ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്ന ആളുകളെ സദ്ദാമിനെ കൊണ്ട് കൊല്ലാൻ പറ്റില്ല. അള്ളാഹ് തീരുമാനിച്ചത് അങ്ങനെയല്ല, ഹിറ്റ്ലർ തന്നെ കൊല്ലണമെന്നാണ്. ഹിറ്റ്ലർക്ക് വന്നിട്ട് കുർദുകളെ കൊല്ലാൻ പറ്റുമോ? അതിനും സ്വാതന്ത്ര്യമില്ല. അതിനെ കൊല്ലാൻ ഘാതകൻ ആരായിരിക്കണം, വേട്ടക്കാരൻ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചത് അള്ളാഹുവാണ്. കൊല്ലപ്പെട്ടവന്റെ വിധിയും തീരുമാനിച്ചത് അള്ളാഹുവാണ്. വളറബലഹും ആജാല, അവരവരുടെ വിധി നിശ്ചയിച്ചത് അള്ളാഹുവാണ്. ഞാൻ എങ്ങനെ ജനിക്കണം, എങ്ങനെ മരിക്കണം, ഞാൻ എവിടെ വെച്ച് മരിക്കണം എന്ന് തീരുമാനിച്ചത് അള്ളാഹുവാണ്. ഇയാളുടെ വെടിയേറ്റു മരിക്കാൻ അള്ളാഹ് തീരുമാനിച്ചതാണ്. അവിടെ ആർക്കും ഒരു സ്വാതന്ത്ര്യ പൂജ്യമാണ്. സദ്ദാമിന് കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ കൊല്ലില്ല, ഞാൻ എന്റെ സ്വാതന്ത്ര്യം കൊല്ലലും കൊല്ലാതിരിക്കലും ആകുമ്പോൾ ഞാൻ കൊല്ലുന്നില്ല എന്ന സ്വാതന്ത്ര്യം സ്വീകരിക്കാൻ പറ്റുമോ? ഹിറ്റ്ലർക്ക് ഞാൻ കൊല്ലില്ല എന്ന് അവന്റെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അള്ളാഹുവിന്റെ തീരുമാനമാണ്, സ്വാതന്ത്ര്യം അവിടെയില്ല. മാ കാന ലഹുമുൽ ഖിയറത്ത്, മനുഷ്യന് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ല. യഖ്ലുഖു വയശാഉ വയഖ്താർ, അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നതും ഈ സ്വാതന്ത്ര്യവും അള്ളാന്റെ കയ്യിലാണ്, മനുഷ്യരെ കൈകളിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹ് ഖുർആന്റെ വാക്കാണത്. മാ കാന ലഹുമുൽ ഖിയറത്തു, സ്വാതന്ത്ര്യം, ഇച്ഛാ സ്വാതന്ത്ര്യം അള്ളാഹു അനുവദിച്ചിട്ടില്ല എന്നാണ് ഖുർആനിലുള്ളത്. നമുക്കറിയാം, ഒരു 1.5 കയ്യൻ ഗോവിന്ദച്ചാമി, തമിഴ്നാട്ടുകാരൻ ഗോവിന്ദച്ചാമി സൗമ്യ എന്നൊരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് മാനഭംഗപ്പെടുത്തി കൊന്നുകളഞ്ഞു. ഈ ഗോവിന്ദച്ചാമിക്ക് ഇങ്ങനെ കൊല്ലും എന്ന് കാലേക്കുട്ടി അള്ളാഹ്ക്കറിയാം. സൗമ്യ ഈ വണ്ടിയിൽ യാത്ര ചെയ്യണം, ഇങ്ങനെ ഇയാളിൽ നിന്ന് ഇരയായിട്ട് അനുഭവം ഉണ്ടാവണമെന്ന് കാലേക്കുട്ടി അള്ളാഹുവിനറിയാം. അവനത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്, അവൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഗോവിന്ദസ്വാമിയെ ശിക്ഷിച്ചിട്ട് എന്താ കാര്യം? സൗമ്യന്റെ പേരിൽ ദുഃഖിച്ചിട്ട് എന്താ വിഷമം? എല്ലാം അങ്ങയുടെ തീരുമാനമാണ്, എല്ലാം അവന്റെ മഖാദീറുകളാണ്. ഖദറം മഖ്ദൂറ ലാ റദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത, അവന്റെ വിധിയെ തട്ടിമാറ്റാൻ കഴിയില്ല. ഗോവിന്ദച്ചാമിയാൽ സൗമ്യ നരകീയമായി മൃഗീയമായി ബലാത്സംഗത്തിന് ഇരയാകണമെന്ന് അള്ളാഹ് വിധിച്ചതാണ്. ആ വിധിയെ തട്ടിമാറ്റാൻ ഗോവിന്ദച്ചാമി പറയാണ്, എനിക്ക് കഴിയില്ല, ഞാൻ ഈ മനുഷ്യനായി ജീവിക്കുന്നു, എനിക്ക് മൃഗീയ ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അള്ളാഹ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞതാണത്, അങ്ങനെ എഴുതിയതാണ്, ആ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതാണ്.
വസ്സബബു മിനൽ അബ്ദ് എന്ന രണ്ടാമത്തെ ഒരു ന്യായം. കാരണങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നാണ്. അള്ളാഹു ഇഖ്തിയാർ കൊടുത്തിട്ടില്ല എങ്കിൽ കാരണങ്ങൾ മനുഷ്യന്മാരിൽ നിന്നുണ്ടാകുന്നതാണ്. എന്തായി കാരണം? കൊല്ലാനുള്ള കത്തി വാങ്ങിയതോ, അല്ലെങ്കിൽ കൊല്ലാനുള്ള തോർത്തുമുണ്ട് വാങ്ങിയതോ, ട്രെയിനിൽ യാത്ര ചെയ്തതോ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അവിടെ പ്രത്യേകം ഒരു ഡോർ ഫിറ്റ് ചെയ്തതോ, എന്താണ് കാരണം? നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. യഖ്ലുഖു മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. നിങ്ങളുടെ കർമ്മം ഒരാളെടുത്ത് വെട്ടുന്നുവെങ്കിൽ ആ ക്രിയ ഇയാൾ ചെയ്തതാണെങ്കിലും അല്ലാഹുവാണ് ചെയ്തത് എന്നാണ് ഖുർആനിന്റെ ഭാഷ്യം. ബദർ യുദ്ധത്തിൽ മണലുവാരി ശത്രു സൈന്യത്തിന്റെ നേരെ എറിഞ്ഞു. അവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് നിങ്ങളല്ല എറിഞ്ഞത്. നിങ്ങൾ എറിഞ്ഞപ്പോൾ എറിഞ്ഞത് ഞാനാണ് എറിഞ്ഞത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഇത് റമൈത വലാകിൻ അല്ലാഹ റമ, നിങ്ങളല്ല എറിഞ്ഞത്, ഞാനാണ് എറിഞ്ഞത്. നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ നിങ്ങളല്ല യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, അത് ഞാനാണ്. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ചത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പൊ മനുഷ്യന് ഇതിൽ നിന്ന് കുതറി മാറാൻ, തെന്നി മാറാൻ സാധ്യമല്ല. ഇങ്ങനെ വരുമ്പോഴാണ് ഹിദായത്ത്. എന്തിനാണ് പ്രവാചകന്മാർ വന്നത്? എല്ലാം കാലേക്കുട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അവന്റെ തീരുമാനം മാത്രമേ നടക്കുന്നുവെങ്കിൽ പിന്നെ എന്തിന് ഹിദായത്ത്, ദലാലത്ത് ഇത് പറയാൻ എന്തിന് പ്രവാചകന്മാർ വന്നു? എന്തിന് വേദങ്ങൾ വന്നു? എന്തിനാണ് വന്നിട്ടുള്ളത്? ഹിദായത്ത് സന്മാർഗം, ദലാലത്ത് അധർമ്മം. ഇത് എന്തിനിങ്ങനെ രണ്ടെണ്ണം വിഭജിച്ചു? ഇത് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകന്മാർ വന്നു, വേദങ്ങൾ വന്നു എന്നാ പറയുന്നത്. ഫലക് തഹമൽ അഖബ ഇന്നാ ഹദൈനാഹു സബീൽ ഇമ്മാ ശാകിറൻ വഇമ്മാ കഫൂറ വഹദൈനാഹു നജ്ദൈൻ ഫലക് തഹമൽ അഖബ. രണ്ട് വഴിയുണ്ട് നിങ്ങൾക്ക്. ഒന്ന് സ്വീകരിച്ചാൽ രക്ഷപ്പെടാം, മറ്റു സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പിന്നെ മോശത്തിലാവും, നരകത്തെ. ഒന്ന് ശുക്കൂർ, ഒന്ന് കഫൂർ. ഈ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. അതൊക്കെ അള്ളാഹു ആരെയാണോ ഉദ്ദേശിച്ച് ഹിദായത്തിലാക്കാൻ, യഹ്ദീ മൻ യശാഉ വയളില്ലു മൻ യശാ, അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്തിലാക്കുന്നു, അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ അവൻ വഴിപേപ്പിക്കുന്നു. നമുക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റൂല. നമുക്കിഷ്ടമുള്ളത് ഞാൻ എന്നൊരു മുസ്ലിം ആകാൻ തീരുമാനിക്കുന്നു എന്ന് കരുതിയിട്ട് ഇസ്ലാം മതം സ്വീകരിക്കുവാൻ ഇവിടത്തെ മറ്റാർക്കും കഴിയില്ല, അള്ളാഹു ആക്കിയാലല്ലാതെ. അള്ളാഹു അങ്ങനെ ആക്കണം. മുഹമ്മദ് നബിയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് മരണമാസന്നമായി കിടക്കുമ്പോ പ്രവാചകൻ അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് വന്നു. യാ അമ്മി, എന്റെ പിതൃവ്യ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊന്ന് പറയണം. കലിമത്തൻ ഉഹാജ്ജ ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾ അങ്ങനെ ഒന്നൊരു മരിക്കുന്ന നേരത്തൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ എനിക്ക് അള്ളാഹിന്റെ അടുക്കലൊന്ന് പറഞ്ഞു നോക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അപ്പ അള്ളാഹുവിന്റെ ആയത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. മുഹമ്മദേ, നീ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിനക്ക് സാധ്യമല്ല. ഞാൻ ഉദ്ദേശിച്ചവരെ ഞാനാണ് നേർവഴിയിലേക്കാക്കുന്നത്. മുഹമ്മദ് നബി മാത്രം ഉദ്ദേശിച്ചാൽ നേർവഴി കിട്ടില്ല. ഹിദായത്ത്